കവടിയാറിൽ MR അജിത് കുമാർ നിർമ്മിക്കുന്നു എന്ന് പറയുന്ന വീടിന് പുറത്താണ്. ആ വീട് ഒരു മണിമാളികയാണെന്നും കവടിയാറിൽ ഒരു കൊട്ടാരം പണിയുകയാണ് എന്നുമാണ് ഇന്ന് PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. റിനു, ഈ വീട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞോ? അത് എത്ര സെന്റ് സ്ഥലത്താണ്? ആരൊക്കെ ചേർന്നാണ്? 10 സെന്റ് സ്ഥലത്ത് അജിത് കുമാറിൻ്റെ പേരിലും 12 സെന്റ് സഹോദരൻ്റെ പേരിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളടക്കം ഇന്ന് PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 12,000 സ്ക്വയർ ഫീറ്റോ 15,000 സ്ക്വയർ ഫീറ്റോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് പറ്റിയ വിവരങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കുകയും പുറത്തു പറയുകയും ചെയ്തിരിക്കുന്നു. 65 മുതൽ 75 വരെ ലക്ഷം രൂപയാണ് സെന്റിന് വില. ഇത്രയും ചെലവേറിയ ഒരു കൊട്ടാരം പണിയുന്നു അവിടെ ADGP അജിത് കുമാർ എന്നുള്ള ആരോപണമാണല്ലോ. എന്താണ് ആ സ്ഥലത്ത് കാണാനാകുന്നത്? കവടിയാറിൽ അങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളാണോ അവിടെ നടക്കുന്നത്? തീർച്ചയായും സ്മൃതി, PV അൻവർ പറഞ്ഞ ഈ കൊട്ടാരം സമാനമായിട്ടുള്ള ഒരു വീടെന്ന് പറയാൻ കഴിയില്ല. നമുക്കിവിടുത്തെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ പ്ലാനും എല്ലാം നോക്കുമ്പോൾ കൊട്ടാരം എന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നിർമ്മാണം ഏകദേശം 4 മാസത്തോളമായി ഘട്ടം ഘട്ടമായി നിർമ്മാണം നടക്കുന്ന ഈ ADGP അജിത് കുമാറിൻ്റെ 10 സെന്റ് ഭൂമിയിലെ വസ്തുവിലെ അണ്ടർഗ്രൗണ്ടിലാണ്. അതായത് പാർക്കിംഗ് ഏരിയയാണ് എന്നുള്ളതാണ്. ഇവിടുന്ന് ലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ച് 3 നിലകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ 3 നില എന്നുള്ളതാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇത് കവടിയാറിൽ, അതായത് കവടിയാർ കൊട്ടാരത്തിൻ്റെ ഭൂമിക്ക് സമീപമായിട്ടുള്ള ഗോൾഫ് ക്ലബിന് തൊട്ടിടതുവശത്തായി അതിൻ്റെ മതിലിനോട് ചേർന്നുള്ള ലക്ഷങ്ങൾ വിലമതിപ്പുള്ള, ഏകദേശം ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ 50 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ടി വരും ഒരു സെന്റ് ഭൂമിക്ക് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്വേഷണത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് 15,000 സ്ക്വയർ ഫീറ്റിലേക്ക് പോകില്ല എന്നുള്ളതാണ്. 10,000-ൽ താഴെ മാത്രമേ നിൽക്കൂ. ഏകദേശം 7,000-7,500 സ്ക്വയർ ഫീറ്റ് മാത്രമാകും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഇവിടെ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും 50 ലക്ഷത്തിലധികം രൂപയിലേക്ക് ഈ വസ്തുവിൻ്റെ വില മതിക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ടാക്സ് വെട്ടിക്കുന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കുന്ന തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണോ MR അജിത് കുമാർ നടത്തിയതെന്നുള്ള പരിശോധനകൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു ബംഗ്ലാവിന് സമാനമായിട്ടുള്ള, ഒരു കൊട്ടാരത്തിന് സമാനമായിട്ടുള്ള വീട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 10 സെന്റ് ഭൂമിയാണ് നിലവിൽ ഇവിടെ ഉള്ളതെങ്കിൽ പോലും ആ 10 സെന്റ് ഭൂമിയിൽ പൂർണ്ണമായും ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഇവിടെ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മാസത്തോളമായി ഈ കൺസ്ട്രക്ഷൻ നടപടികൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് നാട്ടുകാരിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം. സ്മൃതി, റിനുവിനൊപ്പം തന്നെ ഉമേഷും അവിടെയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, വീടിൻ്റെ പ്ലാൻ്റെ വിവരങ്ങൾ ഉമേഷിന് അറിയാം. ഉമേഷ്, എങ്ങനെയാണ്? വീടല്ലല്ലോ, അതൊരു കൊട്ടാരമാണ്. കൊട്ടാരത്തിനുള്ള അത്രയും സ്ഥലം അത്രയും വില കൊടുത്ത് വാങ്ങുമ്പോൾ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന് റിനു ശ്രീധർ പറയുന്നു. സെൻറ്റിന് 65 മുതൽ 75 ലക്ഷം വരെ വിലയുള്ള ഭൂമിയാണ്. അത് 10 സെൻറ്റ് ADGPയും അതോടൊപ്പം തന്നെ 12 സെൻറ്റ് സഹോദരൻ്റെ പേരിലുമാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഉമേഷ്, എന്താണ് ആ വീടിന്റെ പ്ലാൻ? ഈ കാണുന്നതാണ് വീട്. അതായത് നമ്മൾ റോഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക ഈ 2 നിലകൾ മാത്രമാണ്. അതായത് നമുക്ക് ഇതാണ് ഒരു പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറായി കാണുക. പക്ഷേ ഇതിനടിയിൽ മറ്റൊരു ഫ്ലോർ കൂടിയുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് ഭൂമിക്കടിയിലാണ്. അതാണ് ഇപ്പോൾ റിനു റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. അതായത് ഭൂമിക്കടിയിൽ ഒരു ഫ്ലോറുണ്ട്, അതിന് മുകളിൽ ഗ്രൗണ്ട് ലെവലിനോട് ചേർത്ത ഒരു ഫ്ലോർ, അതിന് മുകളിൽ ഒരു ഫ്ലോർ, അതിന് മുകളിൽ പ്രത്യേകം ഓടുപാകിയ ഒരു ഓപ്പൺ ടെറസ് അടങ്ങുന്ന ഒരു സ്പേസ്. ഈ രീതിയിലാണ് കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ നമ്മൾ വിശദമായി മനസ്സിലാക്കുമ്പോൾ ഏകദേശം ഗ്രൗണ്ട് മാത്രം 2,250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സ്വാഭാവികമായി 3 നിലകൾ വരുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഇത് 6,750 സ്ക്വയർ ഫീറ്റിലേക്ക് ഈ കെട്ടിടമുണ്ട് എന്ന് പ്രാഥമികമായി വിലയിരുത്താം. ഇനി അപ്രൂവ്ഡ് പ്ലാൻ അടക്കം നോക്കേണ്ടതുണ്ട്. എങ്കിലും പ്രാഥമിക വിലയിരുത്തലിൽ ഈ 3 ഫ്ലോറുകൾ കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് നമുക്ക് എലിവേഷനിൽ ഈ ഒരു കണക്കുകൾ, അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ കണക്കുകൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. ഒരുപക്ഷെ ഇതിൽ നേരിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. 2,250 ഗുണം 3 നോക്കിക്കഴിഞ്ഞാൽ 6,750 സ്ക്വയർ ഫീറ്റിനോട് അടുത്ത് ഈ വീടിൻ്റെ കെട്ടിടമുണ്ട്. ഇനി വിശദമായി പരിശോധിച്ചാൽ ഭൂമിക്കടിയിലുള്ള ഈ ഒരു ഫ്ലോറിൽ 2 കാർ പാർക്കിംഗ് ഉണ്ടാകും. ഒപ്പം ഒരു പോലീസ് മെൻസ് റൂം, അതായത് അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലും കാവലുണ്ടാകും. അവർക്കിരിക്കാൻ വേണ്ടി കൃത്യമായ ഒരു പോലീസ് മെൻസ്
പോലീസ് മെൻസ് റൂം കൃത്യമായി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് സ്റ്റെയർ കേസിന് സമീപത്തായി ഒരു പൗഡർ റൂം എന്ന നിലയിലുമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത്. ബാക്കി പ്രദേശം വേക്കൻ്റ് ആയിട്ട് ഇട്ടൊക്കെയാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബാക്കി പ്രദേശം പൂർണ്ണമായി വേക്കൻ്റ് ആയി ഇടയ്ക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഫ്ലോറിലേക്ക് അതായത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിന് സമാനമായ ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ബെഡ്റൂമാണ് കാണുന്നത്. 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ നമ്മൾ വന്ന് ചെന്ന് കയറുന്ന റോഡിൽ നിന്ന് നേരെ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ കഴിയുന്നു. ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ കൃത്യമായി ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മാത്രം ആക്സസ് ഉള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഏറ്റവും ലാസ്റ്റ് അതായത് 3-ാം നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3-ാം നില എലിവേഷനിൽ ഒരു ഫോർമൽ ലിവിംഗ് ഉണ്ട്, ഒരു ബെഡ്റൂമും ഉണ്ട്. അതോടൊപ്പം ഓപ്പൺ ഏരിയ ആണ് അതിൽ കൂടുതൽ വന്നത്. അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. അതായത് ഒരു ഓപ്പൺ ടെറസ് ബാത്ത്, 2 ഓപ്പൺ ടെറസ് ബാത്തുകളുണ്ട്, ഒരു വാട്ടർ ടാങ്കിനുള്ള സ്പേസ് ഉണ്ട്, ഒപ്പം ഒരു ചെറിയ വാട്ടർ ഏരിയ. ഇത്തരത്തിൽ ഇതൊരു ചെറിയ 2 വാട്ടർ ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും മുകളിലത്തെ നിലയിൽ 2 വാട്ടർ ഏരിയ കൂടിയുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ഈ പ്ലാനുകൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു 97 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലത്തെ പോലീസ് സേവനം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊണ്ട് ഈ കൊട്ടാരം പണിയാൻ ആകുമോ എന്നുള്ള ചോദ്യമാണല്ലോ. 6680 സ്ക്വയർ ഫീറ്റിൽ അണ്ടർഗ്രൗണ്ടിൽ അടക്കം നിർമ്മാണം പ്രവർത്തികൾ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. കവടിയാറിൽ ഒരു കൊട്ടാരം തന്നെയാണ് ഇപ്പോൾ MR അജിത് കുമാർ പണിതുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് പോലീസ് സേനയിലെ ജോലി കൊണ്ടുള്ള സാലറി മതിയാകുമോ? ആ പ്രതിഫലം കൊണ്ട് മാത്രം, ആ വരുമാനം കൊണ്ട് മാത്രം ഈ കൊട്ടാരം പണിയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് അവിടെ വരുന്നത്. അവിടെയാണ് ആരോപണങ്ങൾ ശക്തമായി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതിനെ കൂട്ടി ചേർത്ത് വായിക്കേണ്ടി വരുന്നത്.